ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ പോയാലോ? നമ്മുടെ വീടിൻ്റെ അടുത്ത് മാത്രമല്ല, എൻ്റെ ഈ രണ്ട് അനിയന്മാർ പഠിച്ച സ്കൂളും കൂടെയാണിത്. അവരുടെ പ്രിൻസിപ്പൾ ക്രിസ്മസ് ആയിട്ട് അവരെ സ്കൂളിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ പ്രിൻസ് ഒരു അടിപൊളി മനുഷ്യനാണെന്ന് തോന്നുന്നു. അവിടെ പഠിച്ചിറങ്ങിയ എല്ലാ സ്റ്റുഡൻസിനെയും ക്രിസ്മസ് സമയത്ത് പുള്ളി അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും. അവിടെ പഠിച്ച പിള്ളേർക്ക് മാത്രമല്ല, അവിടെ അടുത്തുള്ള എല്ലാവർക്കും ആ സ്കൂളിൽ കയറാൻ അലൗഡാണ് ക്രിസ്മസ് സീസണിൽ. പിന്നെ ഇതൊരു സ്കൂളാന്ന് തോന്നത്തില്ല, നല്ലൊരു അടിപൊളി പള്ളി പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, അതിൻ്റെ പേരെന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു കേവ് പോലാണ്. ആ കേവിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം ഓരോ വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാതാവിനെയും യേശുദേവനെയും മാലാഖമാരെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഈ ക്രിസ്മസിൻ്റെ സ്റ്റോറി പറയുന്നതായിട്ട് അവരിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ആ കേവിൽ കൂടെ നടക്കാൻ നല്ല രസമാണ്. ശരിക്കും ഒരു സ്കൂൾ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ജാൻ 3 വരെയൊക്കെ കാണും. കാരണം ഇവിടുത്തെ ചാവറ അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഡെക്കറേഷൻസ് ഒക്കെ ഇവരെ മാറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇതുപോലെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇവിടെയും പോയിട്ടുണ്ടായിരുന്നു, പള്ളിയിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതുപോലെ വെച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഇത്തവണ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് വേറെ എക്സൈറ്റഡ് ആയിട്ടൊരു കാര്യം തോന്നിയത്, ഇവിടെ കാണാൻ വരുന്ന എല്ലാ ആൾക്കാർക്കും ഫുഡ് ഫ്രീയാണ്, അൽഫാമൊക്കെ ഫ്രീ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ട് ശരിക്കുമോ? ഞങ്ങളുടെ സ്കൂളിലൊക്കെ നമുക്ക് സിൽവർ ജൂബിലി ഇത് വന്നപ്പോൾ പോലും നമ്മുടെ സീനിയേഴ്സിനെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും സ്ട്രിക്റ്റ് ആണ്. പിന്നെ പിള്ളേർ അത്രയും കുഴപ്പക്കാരായതുകൊണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ പ്രിൻസിപ്പൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കും എന്നെപ്പോലെ നല്ല ആൾക്കാരെയൊക്കെ സൊസൈറ്റിക്ക് കിട്ടിയത് അല്ലേ? നമ്മുടെ പ്രിൻസിപ്പൾ അത്രയും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മളെ വളർത്തിയതുകൊണ്ട്. അതൊക്കെ പോട്ടെ, ഈ തണുപ്പത്തോടെ നടന്ന് എനിക്ക് നല്ലപോലെ ശ്വാസം മുട്ടലായിട്ടുണ്ട്, സംസാരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിനൊരു ഇരപ്പ്. ഇനി എനിക്ക് മൂക്കിൽ സ്പ്രേ ചെയ്യാൻ ഒരു മരുന്നുണ്ട്. അത് അടിച്ചു കഴിയുമ്പോഴേ മൂക്കെൻ്റെ ഒന്ന് തുറക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ഇത്രയും മടി. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതുപോലത്തെ കഥകൾ വീണ്ടും നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഓടി വന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ പേജ് കയറി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.